ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ സിമ്പിളായ എന്നാൽ നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. വയറ് നിറയെ ചോറുണ്ണാൻ ഈ ഒരു ചമ്മന്തി മാത്രം മതി. ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് ചൂടാവുമ്പോൾ ഞാനതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 15 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 തണ്ട് കറിവേപ്പില കൂടെ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇതുപോലെ മുഴുവനായി ചേർക്കാതെ അരിഞ്ഞിട്ട് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 അത്യാവശ്യം വലുപ്പമുള്ള സവാള ചെറുതാക്കി മുറിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്തെടുത്താൽ മതി. സവാള നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി മുറിച്ചെടുത്ത 2 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി അത്യാവശ്യം പഴുപ്പുള്ളത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. തക്കാളിയും സവാളയും കൂടെ ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് 1-2 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. വളരെ ചെറിയൊരു പീസ് വാളൻപുളി ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്ത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൂടി വെച്ചതൊക്കെ തുറന്ന് നോക്കി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ കല്ലിൽ വെച്ചോ മിക്സിയിൽ വെച്ചോ ഒന്നും അരച്ചെടുക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് നല്ലതുപോലെ തവി വെച്ച് തന്നെ ഒന്നിങ്ങനെ ഉടച്ചെടുക്കണം. ഇതിൽ മുഴുവനായി ഇട്ട് കൊടുത്ത വെളുത്തുള്ളിയാണ് ഞാനിതുപോലെ ഉടച്ചെടുക്കുന്നത്. വെളുത്തുള്ളി ഇപ്പോൾ നന്നായി വാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ഉടച്ചെടുക്കാൻ എളുപ്പമാണ്. സവാളയും തക്കാളിയും വെളുത്തുള്ളിയൊക്കെ തവി കൊണ്ട് ഇതുപോലെ നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ തന്നെ കുത്തിപ്പൊടിച്ച മുളക് പൊടിയും ഒരല്പം മാത്രം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവും ഉപ്പൊക്കെ അവസാനം ടേസ്റ്റ് നോക്കി കുറവുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ ഒരു ചമ്മന്തി ഇഷ്ടപ്പെടാതിരിക്കില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ലേ. ഉപ്പ് കുറവുള്ളത് കൊണ്ട് ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ച പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ടേസ്റ്റ് നോക്കി വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ മൊത്തത്തിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ കുത്തിപ്പൊടിച്ച മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചമ്മന്തി നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇതുപോലെ സിമ്പിളായ വീഡിയോസാണ് നമ്മുടെ ചാനലിലുള്ളത്. ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.